സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നതിൽ യു.പി. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. നിയമവാഴ്ചയുടെ പൂർണ്ണമായ തകർച്ചയാണിതെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സമാനമായ ഹർജികൾ ഫയൽ ചെയ്താൽ നഷ്ടപരിഹാരം നൽകണമെന്ന് മുന്നറിയിപ്പ്. സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, സുപ്രീംകോടതി യു.പിയുമായി ബന്ധപ്പെട്ടിപ്പോൾ വിവിധ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടേണ്ടുന്ന സാഹചര്യമാണ്. ബുൾഡോസർ അടക്കമുള്ള കാര്യങ്ങളിലും സുപ്രീംകോടതി ഇടപെട്ടു. ഇപ്പോഴെന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമ്മി, സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകളായി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഉത്തർപ്രദേശ് പോലീസിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങുന്ന ബെഞ്ച്. നിയമവാഴ്ചയുടെ പൂർണ്ണമായ തകർച്ചയാണ് ഇത്തരം കേസുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാവിയിൽ സമാനമായ ഹർജികൾ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ചെക്ക് ബൗൺസ് കേസിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് കോടതി. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് പോലീസ് മേധാവി പ്രശാന്ത് കുമാറിനോടും അന്വേഷണ ഉദ്യോഗസ്ഥനോടും 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച മറുപടി നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ അഭിഭാഷകൻ സിവിൽ അധികാര പരിധി മറന്നുപോയോ എന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം തന്നെ ചെക്ക് ബൗൺസ് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ന് കോടതി അങ്ങനെ ഒരു കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതി ഇത്തരം പരാമർശം നടത്തിയത്. സിവിൽ കേസ് ക്രിമിനൽ കേസാക്കി മാറ്റിയ ശേഷം പോലീസ് സമൻസ് അയക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഹർജിക്കാരൻ കോടതിയെ സമീപിക്കുകയും കേസ് മാറ്റാൻ പോലീസ് കൈക്കൂലി വാങ്ങിയതായി അറിയിക്കുകയും ചെയ്തു. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും യു.പി. പോലീസിനു നേരെ ഉണ്ടായിട്ടുള്ളത്. ഷമ്മി, യു.പിയിൽ നിയമവാഴ്ച തകരുന്നുവെന്ന് സുപ്രീം കോടതി. സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.